ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈഃ അംഗൈഃ തുഷ്ടുവാംസതനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം नो अपि वातयमनः. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ മൂന്നാമത്തെ മന്ത്രം. ധനുർഗൃഹീതൗപനിഷദം മഹാസ്ത്രം ശരം ഹി ഉപാസാനിഷിതം സന്ധദീയത ആയമ്യ തദ്ഭാവഗതേന ചേതസാ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യ വിദ്ധി. ഔപനിഷദമായ ഉപനിഷത് സംബന്ധമായ മഹാസ്ത്രമായ ധനുസ്സിനെ ഗ്രഹിച്ചിട്ട് ഉപാസാനിഷിതമായ ശരത്തെ സന്ധാനം ചെയ്യണം. ഉപാസാനിഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴുമുള്ള ഉപാസന കൊണ്ട്, അഭിധ്യാനം കൊണ്ട് മൂർച്ഛ പിടിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ആ ഒരു അവസ്ഥ എന്താണോ അതിനെയാണ് ഉപാസാനിഷിതം എന്ന് പറയുന്നത്. അതിനെ ശരത്തെ സന്ധാനം ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് ഹേ സൗമ്യ, അല്ലയേ സൗമ്യ പ്രിയദർശന, ആയമിച്ചിട്ട് തദ്ഭാവഗതമായ ചേതസ്സുകൊണ്ട് മനസ്സുകൊണ്ട് അക്ഷരം മേവ ആ അക്ഷരം തന്നെയായ ലക്ഷ്യത്തെ വേദിക്കുക. ഔപനിഷദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളിൽ പ്രസിദ്ധമായിട്ടുള്ളത്. മഹാസ്ത്രം വലിയ അസ്ത്രം, ധനുസ് വില്ല്. ഉപാസാനിഷിതം ഉപാസ കൊണ്ടു നിഷിതം. ഉപാസ എന്ന് പറഞ്ഞാൽ ഉപാസനം, എപ്പോഴുമുള്ള അഭിധ്യാനം. നിഷിതം മൂർച്ഛ പിടിപ്പിക്കപ്പെട്ടത്. സന്ധാനം ചെയ്യുക, തൊടുക്കുക. തദ്ഭാവഗതം അതിൽ ഭാവത്തെ പ്രാപിച്ചിട്ടുള്ളത്. അത് ബ്രഹ്മം. ഭാവം ഭാവന, ചേതസ് മനസ്സ്, ലക്ഷ്യം ലാക്ക്, വേദിക്കുക, അതിനെ താടിക്കുക, ഇല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ശരം എയ്യുക എന്നുള്ള അർത്ഥം. ഇവിടെ എങ്ങനെയാണ് വേദിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഉപനിഷത്തുകളിൽ പ്രസിദ്ധമായ മഹാസ്ത്രമായ വില്ലെടുത്ത് എപ്പോഴുമുള്ള അഭിധ്യാനം കൊണ്ട് മൂർച്ഛ കൂട്ടിയിട്ടുള്ള ശരത്തെ അതിൽ തൊടുക്കണം. അനന്തരം അതിനെ ആകർഷണം ചെയ്യണം. ഇന്ദ്രിയങ്ങളെയും അന്ധഃകരണത്തെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ലക്ഷ്യത്തിന് അഭിമുഖങ്ങളാക്കി വെക്കണം എന്ന് സാരം. അല്ലാതെ കൈകൊണ്ട് വില്ല് വലിക്കുന്നത് പോലെ വലിക്കുകയല്ല വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അനന്തരം ആ അക്ഷരബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിൽ ഭാവനയോടുകൂടിയ അന്ധഃകരണം കൊണ്ട് ആ ലക്ഷ്യത്തെ വേദിക്കുക. ഉപനിഷത്തുകളിൽ പ്രസിദ്ധമായ മഹാസ്ത്രമായ വില്ലെടുത്ത് എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് ജ്ഞാനം, ഗുരു തരുന്ന ജ്ഞാനം. ഗുരുവിൻ്റെ പക്കൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന ജ്ഞാനം എന്താണോ ആ ജ്ഞാനം വില്ലാണ്. ആ വില്ലിൽ നമ്മളുടെ സാധന എന്താണോ, ദിവസവും നമ്മൾ പൂജയും ഹോമങ്ങളും കഴിച്ച് അഭിധ്യാനം ചെയ്ത് ഹോമം ചെയ്ത് ദിവസമുള്ള കർമ്മങ്ങളിലൂടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ ശരമായി കണക്കാക്കി, അസ്ത്രമായി കണക്കാക്കി. അപ്പോൾ വില്ല് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ കൂടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കർമ്മം എന്നത് അസ്ത്രമാണ്. അപ്പോൾ ആ ജ്ഞാനത്തിൽ
നമ്മുടെ കർമ്മമാകുന്ന അസ്ത്രം തൊടുത്ത് അപ്പോൾ ആ അസ്ത്രം തൊടുക്കുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെയും അന്ധഃകരണങ്ങളെയും എല്ലാം അവയുടെ ആ ആസക്തികളിൽ നിന്ന് പിൻവലിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ മനസ്സിനെ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ അക്ഷരഭ്രമമാകുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് ഈ ശരം എയ്യാൻ കഴിയും, ശരം ചെയ്ത് അതിനെ വേദിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അക്ഷരബ്രഹ്മം എന്നുള്ള ലക്ഷ്യത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ജ്ഞാനമാകുന്ന വില്ലെടുത്ത് നമ്മുടെ കർമ്മമാകുന്ന ആ കർമ്മം മൂർച്ച കൂട്ടിയിട്ടുള്ള കർമ്മമാണ്. അത്യധികം നമ്മുടെ ശ്രദ്ധ ചെലുത്തി കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മഫലമാകുന്ന അതിനെ ശരമായി തൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ തൊടുക്കുമ്പോൾ മനസ്സിനെ ഏകാഗ്രമായി വെക്കണം. ഇന്ദ്രിയങ്ങളുടെയും അന്ധഃകരണങ്ങളുടെയും ആകർഷണത്തിൽ നിന്ന് ഒഴിവാക്കി ആ വിഷയങ്ങളിൽ നിന്നും പിൻവലിപ്പിച്ച് അന്ധഃകരണത്തെയും ആ മനസ്സിനെ ഏകാഗ്രമാക്കി ശരം തൊടുത്താൽ മാത്രമേ അക്ഷരഭ്രമമാകുന്ന ലക്ഷ്യം വേദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ അന്ധഃകരണം കൊണ്ട് അക്ഷരബ്രഹ്മാകുന്ന ലക്ഷ്യത്തിൽ ഭാവനയോടുകൂടി അന്ധഃകരണം ഏകാഗ്രമാക്കി ചിന്തിച്ച് ആ അക്ഷരബ്രഹ്മത്തിലേക്ക് ശരം എയ്താൽ മാത്രമേ അക്ഷരബ്രഹ്മാകുന്ന ലക്ഷ്യത്തെ വേദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് മനസ്സിനെ ഏകാഗ്രമാക്കി ഈ വില്ലിൽ നിന്നും നമ്മുടെ അഭിധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ശരം തൊടുക്കണം എന്ന് പറയുന്നത്.